നമസ്കാരം. മാറ്റിനിയുടെ ഫിലിം ബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ മികച്ച ഡയറക്ടേഴ്സിനെ കുറിച്ചും അവരുടെ സിനിമകളെക്കുറിച്ചും സംസാരിക്കുന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയെ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു സിനിമയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയും അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലെവലിലേക്ക് മലയാള സിനിമയെ പരിചയപ്പെടുത്തിയ ഒരു മഹാനായ ഡയറക്ടറിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. മലയാള സിനിമയെ ഇൻ്റർനാഷണൽ തലത്തിലേക്ക് കൊണ്ടുപോവുകയും ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത വളരെ കുറച്ച് ഡയറക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സമാന്തര സിനിമകളെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ സമാന്തര സിനിമയുടെ ഒരു വ്യക്തമായിരുന്നു അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തെ സിനിമയെ ആർട്ട് സിനിമയെന്ന് പറയും, അല്ലെങ്കിൽ അവാർഡ് സിനിമയെന്ന് പറയും. പക്ഷേ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ഒരു ചെറിയ പ്രൊഡക്റ്റിനെ എങ്ങനെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുക എന്നുള്ള ഏറ്റവും വലിയൊരു പാഠമാണ് അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെ വഴി അദ്ദേഹം വെട്ടിത്തെളിച്ച് കൊണ്ടുപോയി തൻ്റെ പ്രൊഡക്റ്റിനെ അവിടെ വിൽക്കാൻ പറ്റും, നമ്മുടെ ചെറിയ സിനിമയെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ പറ്റും എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം 1941 കേരളത്തിൽ അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അതിനുശേഷം തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ FTIയിൽ തൻ്റെ ഡയറക്ഷൻ സംവിധാനത്തിൻ്റെ പഠനം പൂർത്തിയാക്കി. അതിനുശേഷം കുറച്ച് ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെൻ്ററീസും ഒക്കെ ചെയ്തു. അതിനുശേഷം 1972 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായ സ്വയംവരം പുറത്തിറങ്ങുന്നത്. ആ സ്വയംവരം എന്ന് പറയുന്ന സിനിമയ്ക്ക് ആ വർഷത്തെ ഏറ്റവും മികച്ച സംവിധായകനുള്ളതും ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ളതുമായിട്ടുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. ഏതാണ്ട് 16 നാഷണൽ അവാർഡുകളും 17 സ്റ്റേറ്റ് അവാർഡുകളും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. സ്വയംവരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ചെറിയ ഒരു കാര്യത്തിലൂടെ എങ്ങനെയാണ് ഒരു നാടിനെയും അതിൻ്റെ കൾച്ചർ എന്താണ്, എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങൾ മനസ്സിൽ കാണണം എന്നൊക്കെ പറയുന്ന ഒരു വലിയ സന്ദേശം ആ സിനിമ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടങ്ങളുടെ ഒരു പ്രത്യേകത, അവസാന നിമിഷം അത് കൊണ്ട് നിർത്തുമ്പോൾ അതിലെ പിന്നീടുള്ള കാര്യങ്ങൾ പ്രേക്ഷകൻ തന്നെ ആലോചിച്ച് തീരുമാനിക്കണം. ഇപ്പം നമ്മൾ തന്നെ അതിന് ഒരു ഉത്തരം കണ്ടെത്തണം. അതിന് തന്നെ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവാവുന്ന രീതിയിലാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളും അദ്ദേഹം നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സിനിമയിലും ഒരുപാട് വാതിലൊരു കൊട്ട് കേൾക്കുന്നിടത്താണ് ആ സിനിമ കൊണ്ട് നിർത്തുന്നത്. അങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യാനുള്ളതും സാമൂഹിക പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുമാണ് ഈ സിനിമ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായം എടുത്താലും, അതുപോലെ കഥാവിശേഷൻ എടുത്താലും, വിധേയൻ എടുത്താലും, നിഴൽക്കൂത്തെടുത്താലും എല്ലാത്തിലും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അത് കൊടിയേറ്റം. ഗോപി എന്ന് പറയുന്ന നടനെ കൊടിയേറ്റം ഗോപിയാക്കി മാറ്റിയ സിനിമ. ആ സിനിമ പറയുന്നത് കൊടിയേറ്റം, ഒരു അമ്പലത്തിൽ കൊടിയേറ്റം നടത്തുന്നത് തൊട്ടാണ് ആ സിനിമ തുടങ്ങുന്നത്. ആ സിനിമ ഭയങ്കര രസമായിട്ട് നമ്മൾ ആ സിനിമ ഇരുന്ന് കാണുവാണെങ്കിൽ നമുക്ക് ഭയങ്കര രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വെളിച്ചവും ഇരുട്ടും എങ്ങനെ കൂട്ടിക്കലർത്തിയ ഒരു സിനിമ കാണാം. നമ്മൾ പൊതുവേ സിനിമകളിൽ ഇപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിഴലുകൾ വേണ്ട എന്ന് പറഞ്ഞ് നിഴലുകൾ അവോയ്ഡ് ചെയ്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് നിഴലുകളുടെ ഭംഗിയുണ്ട്, നിഴലുകൾ ഉപയോഗിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് ഈ പറയുന്ന പോലെ ഒരു അമ്പലത്തിൽ കൊടിയേറുന്നത് തൊട്ടാണ് ആ സിനിമ തുടങ്ങുന്നത്. ആ സിനിമയിൽ ഒരു കഥാപാത്രമായിട്ടുള്ള ഈ ഭരത് ഗോപി ചെയ്യുന്ന കഥാപാത്രം സാധാരണ ഒരു കുട്ടികളുടെ മനസ്സുള്ള, മുതിർന്നിട്ടും ഈ പറയുന്ന പോലെ കുട്ടികളുടെ കൂടെ ഓളിക്കളിച്ച് നടക്കുക, പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ ശേഷിയില്ലാത്ത, അവിടുത്തെ പ്രമാണിമാരും നാട്ടുകാരും ഒക്കെ മാറി നിൽക്കട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന, എല്ലാം സഹിക്കുന്ന ഒരു സാധാരണക്കാരനല്ല വളരെ ഉത്തരവാദിത്ത ബോധമില്ലാത്ത കുട്ടികളുടെ മനസ്സുള്ള, കുട്ടികളുടെ സ്വഭാവമുള്ള ഒരാൾ. അയാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ഭാര്യയായിട്ട് വരുന്നതും ഒരു കൊച്ചുണ്ടാകുന്നതും ക്രമികമായിട്ട് അയാൾ എങ്ങനെയാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളായിട്ട് മാറുകയും ചെയ്യുന്നത് എന്നാണ് ആ സിനിമ പറയുന്നത്. പക്ഷേ സിനിമ
എപ്പോഴും ആ അമ്പലത്തെയും അതിൻ്റെ ചുറ്റുപാടുകളെയും അവിടുത്തെ ജനങ്ങളെയും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഷാപ്പിൽ ഒരു ഷാപ്പ് അവിടുത്തെ ഒരു കഥാപാത്രമാണ്. ആ ഷാപ്പിൽ ആൾക്കാർ തമ്മിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാകുമ്പോൾ ആ വഴക്കുകളെ കാണിക്കുന്നത് ഒരു പട്ടിയുടെ ഇങ്ങനെ വാല് ആട്ടുന്നത് വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ രാഷ്ട്രീയക്കാരുടെ വാലാട്ടികൾ, നേതാക്കന്മാരുടെ വാലാട്ടികൾ ആണ് രാഷ്ട്രീയക്കാരെ, ഇവർ കിടന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരുപാട് അങ്ങനത്തെ കുറേ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്ന ആളുടെ മുഖത്തേക്കല്ല ഫ്രെയിമുകൾ പോയിട്ട് വെച്ചിട്ടുണ്ടാവുക. അവിടെ പോകുന്ന വേറെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അത് ശ്രദ്ധിക്കുന്ന ആൾക്കാർ, അവരുടെയൊക്കെ മുഖത്ത് ഫ്രെയിമുകൾ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഡയലോഗുകൾ, അതായത് ഈ ഡയലോഗ് കേൾക്കുന്നവർ, ആ സമയത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് ചിലർ, അവരെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ സിറ്റുവേഷൻസ് അദ്ദേഹം കാണിക്കുന്നത്. അതുപോലെ ആ നാട്ടിലെ പുഴകളാണെങ്കിലും തെങ്ങിൻ തോപ്പുകളാണെങ്കിലും ഒക്കെ ഈ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്നതനുസരിച്ചും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൻപുറത്തുള്ള കല്യാണങ്ങളെക്കുറിച്ചും അവിടുത്തെ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടിയടത്ത് വിലാസിനിയാണ് ഭരത് ഗോപിയുടെ പെങ്ങളായിട്ട് അഭിനയിക്കുന്നത്. അവർ തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. അതൊരു തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ ചേട്ടനെ കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ഒരു അനിയത്തിയുടെ കഴിപ്പിക്കണം എന്ന് പറയുന്ന അനിയത്തിയുടെ ഒരു ഉത്തരവാദിത്തം. അതിനുശേഷം KPSC ലളിത ഭാര്യയായിട്ട് വരുന്നു. കെ പി എസ് സി ലളിതയ്ക്ക് ഇയാളിൽ നിന്ന് ഉണ്ടാകുന്ന, കാരണം പുള്ളി ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആന നോക്കി നിൽക്കും, അവിടെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്ര കലകളെക്കുറിച്ച് കാണിക്കുന്നുണ്ട് ആ സിനിമയിൽ തന്നെ. അപ്പോൾ കഥകളി, പിന്നെ നമ്മൾ കഥകളിയുടെ ഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കഥകളിയുടെ പെർഫോമൻസ്, അങ്ങനെ ക്ഷേത്ര ആചാരങ്ങൾ, കലകൾ ഒക്കെ കുറേശ്ശെ ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇതിനെ സെല്ലബിൾ ആക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചേരുവകൾ ഒരു സിനിമയിൽ വേണമെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം അതൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കണമെങ്കിൽ. അപ്പം ഇത്രയുമൊക്കെ മനസ്സിലാക്കി, അതും ഒരു അക്കാദമിക്കലി പഠിച്ച ആളായതുകൊണ്ട് അതിൻ്റെ എല്ലാ ഫോർമാറ്റുകളും വളരെ ഫിലിം ഗ്രാമറും ഒക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് അദ്ദേഹം സിനിമ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള സാധനം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. മിക്കവാറും ഈ കൊറിയൻ സിനിമകളിലൊക്കെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് എല്ലാ സിനിമകളിലും 1-2 സീനുകളുണ്ടാവും. അതിൻ്റെ ഒരു ഭംഗി. അതുപോലെ നാട്ടിൻപുറത്തെ നമ്മുടെ ഗ്രാമത്തിലെ സാധാരണക്കാർ ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹം നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഭരത് ഗോപി ഭക്ഷണം കഴിക്കുന്ന ചില രീതികൾ കാണുമ്പോൾ നമുക്ക് തന്നെ കൊതിയാവും. അത് ഓരോ വീടുകളിൽ എങ്ങനെയാണ് ഇപ്പോൾ തകര പിഞ്ഞാണങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത്, മണ്ണിൻ്റെ സെറാമിക് പിഞ്ഞാണങ്ങളുണ്ട്, പഴയ പിഞ്ഞാണങ്ങൾ, അതിലൊക്കെ കറിയൊക്കെ ഒഴിച്ച് ഉരുട്ടി ഉരുളകളാക്കി കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും കൊതി തോന്നും. അത് ഗ്രാമത്തിൻ്റെ ഗ്രാമീണതയെ വളരെ നന്നായിട്ട് കാണിക്കുന്ന ഒരുപാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പം ഭക്ഷണം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഒരു പണിയെടുക്കാതെ നടക്കുന്ന ഒരാൾ ക്രമികമായിട്ട് ഭാര്യ വന്നതോട് കൂടിയിട്ട്, സ്നേഹം കിട്ടുന്നതോട് കൂടിയിട്ട്, ഇപ്പോൾ ഇയാളെ പലരും കൊണ്ടുപോയിട്ട് പൈസയൊന്നും കൊടുക്കാതെ പണിയെടുപ്പിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരാൾ പതുക്കെ ചെറിയ ചെറിയ ഉത്തരവാദിത്ത ബോധങ്ങളിലേക്ക് വരുന്നതും, അയാളൊരു നല്ലൊരു അച്ഛനായിട്ടും ഒരു ഭർത്താവായിട്ടും പതുക്കെ മാറുന്നത്, എന്നാൽ വലിയ മാറ്റങ്ങളല്ല, ക്രമികമായിട്ടുള്ള മാറ്റങ്ങൾ അയാൾക്കുണ്ടാകുന്നതും, അയാളൊരു ലോറിയിൽ ക്ലീനറായിട്ട് പോകുന്നതും, ക്ലീനറായിട്ട് കിട്ടുന്ന പൈസ പതുക്കെ സമ്പാദിച്ചു തുടങ്ങുന്നതും, അയാൾക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് അയാൾ പതുക്കെ അയാളിലേക്ക് മാറ്റം വരുന്നതുമാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൻ്റെ അകത്ത് 1-2 സീൻ ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിക്കുന്ന സീന് പോലെ വേറെ കുറച്ച് സീനുകൾ. ഇപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും ആൾക്കാർ വളരെ ഇഷ്ടപ്പെടുന്നതും പരാമർശിക്കുന്നതുമായിട്ടുള്ള ഒരു സീനാണ്. ഒരു വണ്ടി, ഇവർ ഈ കല്യാണം കഴിച്ചതിന് ശേഷം അവർ വീട്ടിലേക്ക് പോവുകയാണ്, അതായത് KPSC ലളിത വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ലവാതിലെന്ന് പറയുന്ന കൊല്ലം അടൂര് ഏരിയയിലുള്ള ആൾക്കാരുടെ നല്ലവാതിലിന് പോവുകയാണ്. അപ്പോൾ നല്ലവാതിലിന് പോകുമ്പോൾ പെട്ടെന്നൊരു സ്പീഡിലൊരു വണ്ടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അന്നത്തെ മൺപാതകളിൽ ചെറിയ ചെറിയ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. വെള്ളം, ചെളി അടക്കം അയാളുടെ വെള്ള ഡ്രസ്സിലും മുണ്ടിലും വീഴുമ്പോൾ അതിനെക്കുറിച്ച് അയാൾ ബോധേടയല്ല. അയാൾ പറയുന്നത്
എന്തൊരു സ്പീഡാണ് ആ വണ്ടിക്ക് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ഭരത് ഗോപി എന്ന് പറയുന്ന നടൻ്റെ പെർഫോമൻസുകൾ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്, ഒരു ഡയറക്ടറുടെ ചിന്താരീതികൾ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. അപ്പോൾ പതുക്കെ അയാൾ ഒരു ലോറിയുടെ ക്ലീനറായിട്ട് മാറുന്നതും ജീവിതം മാറുന്നതുമാണ് സിനിമ. എന്തായാലും ആ സിനിമയെ പറ്റി നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, ശരിക്കും ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഒരു കൊടിയേറ്റം തൊട്ടടുത്ത കൊടിയേറ്റം വരെയുള്ള ഒരു കഥയാണത്. എന്തായാലും ആ സിനിമ എന്നെ ഒരുപാട് ആദ്യകാലങ്ങൾ ആർട്ട് സിനിമ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ഒരിടത്തു നിന്നും ആ സിനിമയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഗോപിയെ കൊടിയേറ്റം ഗോപിയും ഭരത് ഗോപിയുമാക്കി മാറ്റിയ ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമയും നാഷണൽ അവാർഡ്, ഗോപി ആശാന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയാണ്. അങ്ങനെ ഒരുപാട് അവാർഡുകൾ മലയാള സിനിമയ്ക്ക്, സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡുകളും ഇൻ്റർനാഷണൽ അവാർഡുകളും നമുക്ക് കൊണ്ടു തന്നിട്ടുള്ള ഒരു മഹാനായ ഡയറക്ടറാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന് ഭാരത സർക്കാർ ഏറ്റവും നല്ല സിവിലിയനിലുള്ള 2ാമത്തെ അവാർഡായിട്ടുള്ള പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരുപാട് സിനിമകൾ, വിധേയനും എലിപ്പത്തായും ഒക്കെ ഒരുപാട് നമുക്ക് പറയാനുള്ള സിനിമകളാണ്. എന്നാലും ഇന്ന് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്, കൊടിയേറ്റം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങളതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക, നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. നല്ല കമൻറ്റുകളെ പറ്റി വീണ്ടും അടുത്ത ഒരു സമയത്ത് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വിടവാങ്ങുന്നു. സൈനിങ് ഓഫ്.